നഗരത്തിൻ്റെ കാതോർമ്മകളിൽ മറന്നുപോയ പാതകളുടെ മൗനത്തിൽ കാലം പിഴുതെടുത്ത ഓർമ്മകളിൽ കഥ തുടങ്ങും. ഇത് വെറും ഒരു കഥയല്ല, ഒരു തിരയല. ഭൂമിയിൽ ഒളിഞ്ഞിരിക്കുന്ന ചരിത്രത്തിൻ്റെ സാങ്കേതികതകൾ തേടി നിലവുകൾക്കപ്പുറമുള്ള സത്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. സാറിനെ പോലെയുള്ളവരൊക്കെ കണ്ടപ്പോൾ എനിക്കൊന്ന് സംസാരിക്കണം തോന്നി. ഞാനിവിടെ താമസിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ കാന്തളൂർ ക്ഷേത്രത്തിൽ ഞാൻ എന്നും പോകുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു അധപ്പതനം ഒക്കെ എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നു. കാരണം ഞാൻ ബാല്യത്തിൽ ഇവിടെ ഇരുന്നതാണ്, ഒരു 10 വയസ്സ് വരെ. പിന്നെ ഞങ്ങളുടെ അവിടെ താമസം മാറി, പിന്നെ കല്യാണം കഴിഞ്ഞ് അമ്പലപ്പുഴയിൽ പോയി. അപ്പം അമ്പലപ്പുഴയിൽ തിരിച്ച് ഇവിടെ വന്ന് സെറ്റിലായ ആളാണ് ഞാൻ, എൻ്റെ ഹസ്ബൻഡൊക്കെ. അപ്പോൾ അന്ന് എൻ്റെ ഒരു 10 വയസ്സിൽ കണ്ട അതേപോലെയാണ് ഈ അമ്പലം ഇരിക്കുന്നത്. പക്ഷെ അന്ന് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഈ 3 കൊടിമരമൊക്കെ അന്നാണ് വന്നത്. ആ മുരുകൻ ഇരിക്കുന്ന ആ സ്ഥലത്ത് തടികളൊക്കെ എണ്ണ ഇട്ട് വെച്ച് അങ്ങനെ ആ ഒരു പുരോഗതി കണ്ടു എന്നല്ലാതെ ഞാൻ വേറൊന്നും അവിടെ ഒരു പുരോഗമനം കണ്ടില്ല. ഇപ്പം കൗൺസിലറിൻ്റെ സമീപത്തിനും സാറ് പ്രിൻസിപ്പലിലൊക്കെ ഇരിക്കുന്നുണ്ട് എന്നൊരു 2 സെൻറ്റൻസ് പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതിപ്പം ഫണ്ട് അനുവദിച്ചിരിക്കുമെന്ന് ഞങ്ങൾ കേട്ടു തുടങ്ങി ഒരു വർഷമൊക്കെ ആയി. അപ്പം നമുക്ക് അത് ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ടും അതൊരു ഇനിയൊരു റിപ്പയർ അതിൽ വരാതെ ചെയ്യണം. കാരണം ആ ക്ഷേത്രത്തിനകത്ത് പോയാൽ മാത്രമേ അറിയൂ അതിൻ്റെ അധപ്പതനം. കാരണം ഒരുപാടടുത്ത് കുഴികളും എലികളും അങ്ങനെ. എനിക്ക് ഇന്നലെ അമ്പലത്തിൽ പോയപ്പോൾ പോലും ഇത് ഭയങ്കര സങ്കടം തോന്നി. കാരണം അത് വീണ്ടും വീണ്ടും ക്ഷയിച്ചു വരുന്നതെന്നല്ലാതെ അത് മുന്നോട്ട് വരുന്ന കാണുന്നില്ല. കൃഷ്ണകുമാർ സാർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. പക്ഷെ നിങ്ങളുടെ ഈ ഇതിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു സഹകരണം ഇതിലുണ്ടാവണം. കാരണം ഞങ്ങൾ ഗ്രാമവാസികൾക്ക് മാത്രമായിട്ട് ഇത് ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളും ഒക്കെ ശ്രമിക്കാം. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥലമുള്ളത് ഈ അമ്പലമാണ്. ഏക്കർ കണക്കിന് സ്ഥലവും നല്ല ആൽമരവും നല്ല കാറ്റും ഒക്കെ ഉള്ള ഒരു മഹാക്ഷേത്രം തന്നെ ഇതിനെ പറയണം. പക്ഷേ അതിൻ്റെ നടത്തിപ്പിൽ എനിക്കത്ര തൃപ്തിയില്ല, ഭയങ്കര വേദനയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, പണ്ട് ഈ മുറജപമൊക്കെ നടന്നിട്ടുള്ള ക്ഷേത്രമാണിത്. വലിയ മുറജപം നടന്നു. എനിക്കറിയാം, എൻ്റെ വലിയ മൃദംഗാർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ നാരായണ എന്ന് പറഞ്ഞ് വഞ്ചിയൂർ താമസിച്ചിരുന്ന ഇല്ലത്തിൽ ആ തിരുമേനിയൊക്കെ വന്ന് വളരെ വിപുലമായി മുറജപം നടന്നിട്ടുള്ള ക്ഷേത്രം. ഇതെല്ലാം ക്ഷയിച്ചു. അവിടെ വേദങ്ങൾ രുദ്രങ്ങൾ ഒക്കെ നടത്താം. വർഷങ്ങളായിട്ട് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ വീട്ടിലാണെന്ന് പറയുന്നു. എനിക്ക് അത്ര അറിയില്ല. ഭാഗവതം നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. അത് ആ ഭാഗവതമൊക്കെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു പല പ്രശ്നങ്ങൾ കാരണം. പക്ഷെ അതൊക്കെ നടക്കാം. ഇവിടെ ഒരാൾ പറയും, വെങ്കടേഷൻ പറയും, അയാൾ പറയും, ജപങ്ങളും കാര്യങ്ങളൊക്കെ നടന്നാലേ ക്ഷേത്രത്തിന് പുരോഗതി ഉള്ളൂ. ആ ക്ഷേത്രത്തിൻ്റെ ആ ശക്തി കൂടണമെങ്കിൽ അവിടെ ജപങ്ങളുണ്ടാവണം, യാഗങ്ങളുണ്ടാവണം, പൂജകളുണ്ടാവണം. അതൊക്കെ ക്ഷയിച്ച് വരുമ്പോൾ അമ്പലത്തിനെ ശ്രദ്ധിക്കാതെ. കാരണം പത്മനാഭസ്വാമിയുടെ ഒരുപാട് അമ്പലമുണ്ട് ഈ തിരുവനന്തപുരത്ത്. അപ്പം ഇത് പ്രാധാന്യം കുറയുന്നു. പക്ഷെ പ്രാധാന്യം വരണമെങ്കിൽ അതിന് ഭഗവാന് ശക്തി വരണം, അന്നേരേ വരുള്ളൂ. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ കുറവുകളൊക്കെ നല്ലോണം ഇനിയൊരു ഫണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നമ്മുടെ കാലഘട്ടത്തിൽ പ്രയാസമാണ്. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിച്ച് അതിന് വേണ്ട സഹായങ്ങൾ, അതിനൊരു കുറവില്ലാതെ അതിനെ നന്നാക്കിയെടുത്ത് തന്ന് നമുക്ക് സഹായിക്കണം. എല്ലാവരും ഇതിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരണം. കുട്ടികളായാലും അതെ, നിങ്ങളൊക്കെ വേണം മുന്നോട്ട് വരാൻ. ക്ഷേത്രം പിന്നെ എന്തോന്നാണ്, രാഷ്ട്രീയമൊന്നും നോക്കാതെ അതിനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവന്നാൽ സന്തോഷമായിരിക്കും ഞങ്ങൾ. പിന്നെ ഈ ഡോക്യുമെന്റിൽ ഞങ്ങൾ വലിയ സ്ഥലം ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അടുത്ത് വരുമ്പോൾ വലിയ ഗ്രാമമല്ലേ, അതിനുള്ള ഗണപതി വലിയ ആ ഭഗവാന്റെ കാരുണ്യത്തിലാണ് ഞങ്ങൾ ഇത്രയും നിൽക്കുന്നത്. ഇവിടെ വലിയ വലിയ ട്രാഫിക്, ഈ റോഡൊക്കെ ഭയങ്കര ട്രാഫിക്കാണ്.
വലിയ വലിയ ബസ്സുകളൊക്കെ വരും. ഞാൻ 2-3 ദിവസം ഓട്ടോയിൽ പോയപ്പോൾ ഒരു ഓട്ടോക്കാരൻ ചോദിച്ചു, മാഡം ഈ അമ്പലം ഒന്ന് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ലേന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഭഗവാനെ മാറ്റി. ആ ക്ഷേത്രം നടുക്കിയിരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയെങ്കിലും രക്ഷപ്പെട്ടു പോകുന്നത്. അല്ലെങ്കിൽ വലിയ വലിയ ട്രക്കൊക്കെ വന്ന് പോയേനെ. അത്രയ്ക്ക് ട്രാഫിക്കാണ് ഈ റോഡ്. പിന്നെ ഈ റെയിൽവേയുടെ ഡെവലപ്മെന്റ് വരുന്ന കാരണം ഞങ്ങൾ ഈ പരിയിലുള്ളവരൊക്കെ എപ്പോഴും ഭീതിയിലാണ്. എപ്പോഴാണ് അതിൻ്റെ ഓരോ സ്ഥലം എടുത്ത് പോകണമെന്ന് അറിയത്തില്ല. അത് പോകാതിരിക്കണമെങ്കിൽ ഇതിൻ്റെ പൈതൃകം നമുക്ക് സംരക്ഷിക്കണമെങ്കിൽ എല്ലാവരുടെയും കൂടെ ഒരു ഇൻവോൾവ്മെന്റ് വേണം. എനിക്ക് ആരെ സമീപിക്കണം, എങ്ങനെയാണെന്നും ഞാനൊരു ഹൗസ് വൈഫാണ്. പക്ഷെ ഒരു ആഗ്രഹമുണ്ട് ഈ ഗ്രാമം നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ. എൻ്റെ സാറ് പറഞ്ഞ പോലെ പഴയ വീടിൻ്റെ ആർക്കിടെക്ചർ നിലനിർത്താൻ പറയുന്നത് മനുഷ്യൻ്റെ ആവശ്യമായിപ്പോയി. ഒരു കാറ്, എല്ലാവർക്കും കാറ് വന്നു, കാർ ഷെഡ് വേണമെന്നായി. അപ്പം അതിൻ്റെ ആ ഒരു കൾച്ചർ തന്നെ മാറുക. നമ്മുടെ ആ പഴയ ഉള്ള ഇതൊക്കെ കുറച്ച് വീടുകളേ ഉള്ളൂ, പഴയ ഓടും അതൊക്കെ കുറച്ച് വീടുകളേ ഉള്ളൂ. എല്ലാം മാറ്റി അതിൻ്റെ സ്റ്റൈലൊക്കെ മാറ്റി അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് നമ്മൾ ഈ ഹാളെന്ന് പറയുന്നത് വളരെ ശ്രമപ്പെട്ടുണ്ടാക്കിയതാണ്. ഇതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് സംഗീതജ്ഞരുണ്ട്, ഒരുപാട് സെന്റിനറി നടന്നുണ്ട്. 3ാമത്തെ സെന്റിനറി നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ. അങ്ങനെ വലിയ വലിയ മഹാന്മാരുള്ളത്. വൈദികമാണെങ്കിലും നിറച്ച ആളുകൾ ജപത്തിനും ഭാഗവതമൊക്കെ നടത്താൻ ഇവിടെ ഒരു മാമ ഗണേശ മാമ അദ്ദേഹം ഭാഗവത ക്ലാസ് നടന്ന ഒരുപാട് പേർ, കൊച്ചു കുട്ടികളുണ്ട്, ഞങ്ങളെ പോലെ വയസ്സായവർക്ക് വരെ ഫ്രീ ആയിട്ട് ഭാഗവതം പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യം. ഇപ്പം കുറച്ച് അപ്പുറത്ത് മാറി ലക്ഷ്മണമാമ അവരുടെ വീട്ടിൽ 41 ദിവസമാണ് ഭജന നടക്കുന്നത്. ഫ്രീ ആയിട്ട് ആർക്ക് വേണമെങ്കിൽ ചെന്ന് പാടാം. അങ്ങനെ നടക്കും. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗ്രാമം. അത് കുറച്ച് പേര് അത് സംരക്ഷിച്ചു പോരുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ യൂത്തൊക്കെ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ പോലുള്ളവരൊക്കെ ഇതിൽ ഇൻവോൾവ് ആയി കൃഷ്ണകുമാർ സാറിനെ സഹായിച്ച് ഞങ്ങളുടെ അമ്പലം നല്ല രീതിയിലാക്കി തരണം. അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. താങ്ക് യു. सकलं परस्मै नारायणायेति समर्पयामि। गगनसदृशं मेघवर्णं शुभाङ्गम्।
सकलं परस्मै नारायणायेति समर्पयामि।